ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിംസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്? കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്? ആൻസർ വിശ്വനാഥ് സിൻഹ. വിശ്വനാഥ് സിൻഹയാണ് കേരളത്തിൻ്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത്. 50ാമത് ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ ജയതിലക്. രണ്ടാമത്തെ ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമ്യൻ സെൻ. ജസ്റ്റിസ് സൗമ്യൻ സെൻ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ ചോദ്യം, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രമാണ് സൊമാലിയ. ഇന്ത്യയുടെ സ്ഥാനം 102 ആണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആയിരുന്നു. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ. അഞ്ചാമത്തെ ചോദ്യം, 2026 ഏപ്രിൽ മാസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സണായി നിയമിതനാകുന്നത്? 2026 ഏപ്രിൽ മാസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സണായി നിയമിതനാകുന്നത് അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് 2026 ഏപ്രിൽ മാസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സണായി നിയമിതനാകുന്നത്. ആറാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ താൽക്കാലിക CEO ആയി നിയമിതനായത്? നീതി ആയോഗിൻ്റെ താൽക്കാലിക CEO ആയി നിയമിതനായത് നിതിൻ ചിബ്ബർ. നിതിൻ ചിബ്ബർ ആണ് നീതി ആയോഗിൻ്റെ താൽക്കാലിക CEO. ഏഴാമത്തെ ചോദ്യം, മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം? മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യമാണ് ആർടെമിസ് 2. ആർടെമിസ് 2 ആണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം. എട്ടാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ്? കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് VP സാനു. VP സാനു ആണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ്. ഒമ്പതാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെ? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൽപ്പറ്റയിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതിയാണ് കൽപ്പറ്റ. പത്താമത്തെ ചോദ്യം, ലോക കാലാവസ്ഥാ ദിനം 2026 തീം? ലോക കാലാവസ്ഥാ ദിനം 2026 തീം ഇന്ന് നിരീക്ഷണം നാളെ സംരക്ഷണം എന്നതാണ് ലോക കാലാവസ്ഥാ ദിനം 2026 തീം. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ആണ്. 11ാമത്തെ ചോദ്യം, ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം? ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്താണ് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 12ാമത്തെ ചോദ്യം, ഡൽഹിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ? ഡൽഹിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ആണ്. തരൺജിത് സിംഗ് സന്ധു ആണ് ഡൽഹിയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. 13ാമത്തെ ചോദ്യം, തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി? തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. സി ജോസഫ് വിജയ് ആണ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി. 14ാമത്തെ ചോദ്യം, ഫിഫ വേൾഡ് കപ്പ് 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ? ഫിഫ വേൾഡ് കപ്പ് 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നിവയാണ് ഫിഫ വേൾഡ് കപ്പ് 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. 15ാമത്തെ ചോദ്യം, ഫിഫ വേൾഡ് കപ്പ് 2026 പന്തിനു നൽകിയ പേര്? ഫിഫ വേൾഡ് കപ്പ് 2026 പന്തിനു നൽകിയ പേര് ട്രയോണ്ട. 16ാമത്തെ ചോദ്യം, 2026 ISROയുടെ ആദ്യ വിക്ഷേപണം?
2026 ISROയുടെ ആദ്യ വിക്ഷേപണം PSLV C-62. PSLV C-62 ആണ് 2026 ISROയുടെ ആദ്യ വിക്ഷേപണം. 17ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതം. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമാണ് ആറളം. ആറളമാണ് കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത്. 18ാമത്തെ ചോദ്യം. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്ത സംസ്ഥാനം. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയുടെ ഗണേശോത്സവമാണ്. മഹാരാഷ്ട്രയുടെ ഗണേശോത്സവമാണ് 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത്. 19ാമത്തെ ചോദ്യം. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥികൾ. 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥികൾ ആണ് ഉർസുല വോൺ ഡെർ ലൈനും ആന്റോണിയോ കോസ്റ്റയും. ഉർസുല വോൺ ഡെർ ലൈൻ, ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥികൾ. 20ാമത്തെ ചോദ്യം. കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് KG സനൽകുമാർ. KG സനൽകുമാറാണ് കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. 10th പ്രിലിംസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.